അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സാമ്പിൾ റേറ്റ് എന്താണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സാമ്പിൾ റേറ്റിനെ പറ്റിയിട്ട് വളരെ ചെറിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ ബിറ്റ് ഡെപ്ത് എന്താണെന്നാണ് പറയുന്നത്. ഈ ബിറ്റ് ഡെപ്തിനെ സാമ്പിൾ ഫോർമാറ്റ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ സാമ്പിൾ റേറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക, കാരണം സാമ്പിൾ റേറ്റ് എന്താണെന്ന് മനസ്സിലായാലേ നമുക്ക് ബിറ്റ് ഡെപ്ത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സാമ്പിൾസ് എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സാമ്പിൾസ് വെച്ചിട്ടാണ്, ഡിജിറ്റൽ സാമ്പിൾസ് വെച്ചിട്ടാണ് ഒരു അനലോഗ് ഓഡിയോനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ കണക്കിനെയാണ് ഈ സാമ്പിൾ റേറ്റ് എന്ന് പറഞ്ഞിരുന്നത് വെച്ചത്. അപ്പോൾ ബിറ്റ് ഡെപ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സാമ്പിളിനെയും എത്ര ഡിജിറ്റൽ ബിറ്റ്സ് ഓഫ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു കണക്കാണ് ഈ ബിറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ ബിറ്റ് വെച്ചിട്ട് 6 dB വരെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് 96 dB വരെ മനുഷ്യന് കേൾക്കാൻ പറ്റുള്ളൂ. അതിന് മേലേക്കുള്ള നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 96 dB നമുക്ക് എത്ര ഡിജിറ്റൽ ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഒരു 16 ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 16 ബിറ്റ് ഓഡിയോ ആണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ ഓഡിയോ എന്ന് പറയുന്നത് 16 ബിറ്റ് 44.1 kHz സാമ്പിൾ റേറ്റ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഓഡിയോ എന്ന് നമ്മൾ പറയുന്നത്. 16 ബിറ്റ് വെച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ 96.3 dB വരെ, അതാണ് എക്സാക്റ്റ് കണക്ക്. അപ്പോൾ അത്രയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ പല വെബ്സൈറ്റുകളിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് 24 ബിറ്റ് ഓഡിയോ, അതുപോലെ 24 ബിറ്റ് ഹൈറസ് എന്നൊക്കെയുള്ള ടാഗുകളൊക്കെ അവിടെ ഇവിടെ ഇട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെ, ഹൈറസ് ഓഡിയോ എന്നുള്ളതിന് എപ്പോഴും 24 ബിറ്റ് എന്നൊരു ലേബലിലായിരിക്കും പലയിടത്തും നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ ഈ 24 ബിറ്റ് ഓഡിയോ നമുക്ക് ആവശ്യമുണ്ടോ? അത് കേൾക്കാൻ വേണ്ടി നമുക്ക് 24 ബിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. 24 ബിറ്റ് വെച്ച് നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ 24 ബിറ്റ് കേട്ടാലും നമ്മൾ 16 ബിറ്റ് കേട്ടാലും എല്ലാം സെയിം ആയിരിക്കും. കാരണം നമുക്ക് 96 dB മേലുള്ള നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എന്തിന് 24 ബിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ 24 ബിറ്റ് ഓഡിയോ വിൽക്കുന്നു, അല്ലെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് പ്ലേ ബാക്കിനൊക്കെ വേണ്ടിയിട്ടായിട്ട് 24 ബിറ്റ് അതുവഴി എന്തിനു തരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതൊരു ലിസണിങ് പർപ്പസ് കൊണ്ട് ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോയിസ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ നോയിസ് ഫ്ലോർ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ബിറ്റ് ഡെപ്തുള്ള ഓഡിയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഡിജിറ്റൽ ബിറ്റ് എന്ന് പറയുന്നത് ബൈനറിയാണ്, അത് 0 അല്ലെങ്കിൽ 1. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാമ്പിളിനെ 16 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ അവസാനം വരുന്ന ഒരു ബിറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരു അനലോഗ് ഓഡിയോ വേവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു യൂണിഫോം വേവ് അല്ല, അതിങ്ങനെ ഏറെയും കുറഞ്ഞും അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിറ്റ്സ് എടുക്കുന്ന സമയത്ത് ഈ അവസാനം വരുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു റാൻഡമൈസേഷൻ അവിടെ ക്രിയേറ്റ് ആകും. അപ്പോൾ ഈ റാൻഡമൈസേഷൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ എയ്തർ 0 അല്ലെങ്കിൽ ഈ 1 എന്ന് വരുന്നത് കൊണ്ട് തന്നെ അതൊരു എന്താ പറയുക, ഒരു റാൻഡമൈസേഷൻ എറർ അവിടെ ഉണ്ടാകുകയും അവിടെ ഒരു നോയ്സ്, ഒരു വൈറ്റ് നോയ്സ് ഇത് ക്രിയേറ്റ് ആകും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൗണ്ട് നമ്മൾ ചില സാഹചര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പോൾ അനലോഗ് ഓഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഇത് കാരണം, അത് ഈ ഫിസിക്കൽ മീഡിയത്തിൻ്റെ ഒരു ഇത് കാരണമായിട്ടാണ് ഇങ്ങനെ ഈ നോയ്സ് കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ റാൻഡമൈസേഷൻ എറർ കാരണമാണ് ഈ നോയ്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വൈറ്റ് നോയ്സ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു വൈറ്റ് നോയ്സ് നിങ്ങൾ പലയിടത്തും ഒക്കെ ഇട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ബിറ്റ്സ്, അതായത് 24 ബിറ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് റൂം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്ര വന്നാലും കുഴപ്പമില്ല, കാരണം സ്പേസ് അത്രയും കിടക്കുമല്ലേ. നമുക്ക് 96 dB ആണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഇത് ഇത്രയും dB വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അവിടെ ഹെഡ് റൂം ക്രിയേറ്റ് ആകും, ബാക്കിയും കൂടെ സ്പേസ് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. അതായത് എനിക്ക് ഇപ്പോൾ ഒരു പെട്ടിയുടെ അകത്ത് ഒരു 10 ആപ്പിൾ വെക്കാൻ പറ്റുന്ന ഒരു പെട്ടിയാണ്, പക്ഷേ എനിക്ക് 5 ആപ്പിൾ അല്ലെ 6 ആപ്പിൾ വെച്ചാൽ മതി. നിർഭാഗ്യവശാൽ 7 ആപ്പിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പെട്ടിയുടെ അത് വെക്കാൻ പറ്റും. അപ്പോൾ അത്ര ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ബിറ്റ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ് റൂം ക്രിയേറ്റ് ആകും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ല റെസല്യൂഷൻ ക്രിയേറ്റ് ആയി കൊടുക്കും. അപ്പോൾ ഇനി സാമ്പിൾ റേറ്റും ബിറ്റ് ഡെപ്തും ഒരുമിച്ച് എങ്ങനെ ഒരു അനലോഗ് സിഗ്നലിനെ ഒരു പെർഫെക്റ്റ് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് ആക്കുന്നു എന്നുള്ളൊരു സംഭവം നോക്കാം. അപ്പോൾ ഇതിൽ ഈ മേലേക്ക് കാണുന്നത് ഈ ബിറ്റ് ഡെപ്തും, ഈ റൈറ്റിലേക്ക് പോകുന്നത് സാമ്പിൾ റേറ്റും ആണ്. അപ്പോൾ ഇത് കൂടുന്നതനുസരിച്ച്, അതായത് സാമ്പിൾ റേറ്റ് ബിറ്റ് ഡെപ്തും കൂടുന്നതനുസരിച്ച് ഈ വേവ് ഉണ്ടല്ലോ, ഈ ആ ഒരു അനലോഗ് വേവിനെ അത് പെർഫെക്റ്റ് ഷേപ്പിലേക്കാക്കി എടുക്കുന്നത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും ഈ ഇത്രയൊക്കെ വരുന്നുള്ളൂ, പക്ഷെ അത് കൂടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് വരും. വീണ്ടും കൂടുന്നതനുസരിച്ച് ആ പെർഫെക്റ്റ് വേവായിട്ട് അത് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരു അനലോഗ് വേവിനെ ഒരു പെർഫെക്റ്റ് ഡിജിറ്റൽ റെപ്ലിക്ക ആക്കി മാറ്റുന്നത്.
പിന്നുള്ളത് ഒരു ഫയൽ സൈസിൻ്റെ കാര്യമാണ്. സോ അപ്പോൾ ഈ ഫയൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഫയൽ സൈസിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഇപ്പോൾ നമ്മൾ ബിറ്റ് ഡെപ്തും സാമ്പിൾ റേറ്റും ഒക്കെ കൂട്ടുന്നതനുസരിച്ച് ഫയലിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് റെസൊല്യൂഷൻ കൂടുമ്പോൾ ഫോട്ടോൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കേൾക്കുക എന്നുള്ളൊരൊറ്റ പർപ്പസ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ 16 ബിറ്റ് 44.1 kHz തന്നെ കേൾക്കുക. ഇപ്പം അതിന് മേലെ 24 ബിറ്റിൽ കേട്ടാലും നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഫയലിൻ്റെ സൈസ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ 16 ബിറ്റിൽ തന്നെ കേൾക്കുക. അപ്പോൾ അതാണ് ഫയൽ സൈസിനെ പറ്റിയിട്ട് പറയേണ്ടതുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ പറഞ്ഞത് ബിറ്റ് ഡെപ്തും സാമ്പിൾ റേറ്റിനെയും പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഡിജിറ്റൽ ഓഡിയോ ഫയലിൻ്റെ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഓവറോൾ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഓഡിയോ ഫയൽ ഫോർമാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ MP3, M4A, AAC, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഫയൽ ഫോർമാറ്റിനെയും പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ചെയ്യാം.